ചട്ടി ഞാൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഹൈ പ്രോട്ടീൻ ലോ ഫാറ്റ് ഹോം മെയ്ഡ് യോഗർട്ട്. സാധാരണ ഞാൻ നോർമൽ പാലിൽ നിന്ന് ഫാറ്റ് മാറ്റിയിട്ടായിരുന്നു യോഗർട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നത്. ബട്ട് ഇന്ന് നമ്മൾ മടി പിടിച്ചുകൊണ്ട് അമുൽ താസ മിൽക്ക് യൂസ് ആണ്. ബിക്കോസ് ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി ഫാറ്റ് വളരെ കുറവാണ്. ഞാൻ ചട്ടി കഴുകാൻ പോയെന്നായിരുന്നു എന്നെ കണ്ണ് വെട്ടിച്ച് പാൽ ഇവിടെ തിളച്ച് മറിയാന്ന് വിചാരിച്ചു. എന്നോട് ഈ യോഗർട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ടൂളും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ പാല് ഞാൻ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വിരൽ ഞാൻ മുക്കിയിട്ട് 10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നോക്കും അതിനവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. യെസ്. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ആദ്യം പാല് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് സ്റ്റാർട്ടറായിട്ട് നമുക്കിവിടെ യോഗർട്ട് തന്നെ വേണം. ലൈക്ക് നമ്മൾ കുറച്ച് തൈര് ഇങ്ങനെ ഇട്ടിട്ട് തൈരാക്കാൻ കൊടുക്കൂല, അതുപോലെ നമുക്ക് ആദ്യം തന്നെ ഒരു യോഗർട്ട് വേണം കയ്യിൽ. ഞാനിവിടെ സ്കയറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ കുറച്ച് ഞാൻ പാലിലേക്ക് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഫുൾ ആഡ് ചെയ്യാം. മുഴുവൻ കുപ്പി ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. 2 ടേബിൾ സ്പൂൺ മതി 1 ലിറ്റർ പാലിന്. പക്ഷേ എനിക്ക് സൂക്കാൻ നൽകി. രാത്രി ഫുൾ ചട്ടിയെ നമ്മൾ അവിടെ തന്നെ വെക്കാൻ കൊടുക്കും. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇതിനെ കാണാനായിട്ട്. ഞാൻ എക്സൈറ്റഡ് അങ്ങനെ തന്നെ വെള്ളത്തിൽ കുളം കലങ്ങി. ബിക്കോസ് ഇത് ശരിക്കും കലങ്ങിയ അവസ്ഥയിൽ തന്നെ ഞാൻ ഡിസ്ഹാർട്ടഡ് ആയി. ബിക്കോസ് 60 രൂപയുടെ തന്നെ യോഗട്ടും കൂടെ വെള്ളത്തിൽ കുളം കലങ്ങി. പക്ഷെ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ആ ഒരു മോരിന്റെ ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു. ഞാൻ വിട്ട് കൊടുത്തില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഒരു നോർമൽ പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ദേ നോക്കടാ കണ്ടാ ഇത് പതുക്കെ ആവണുണ്ടായിരുന്നു. പക്ഷെ ആ ചട്ടിയുമ്പോ തണുപ്പ് പോരാണ്ട് കാലാവസ്ഥയും തണുപ്പ്, അതുകൊണ്ടായിരിക്കാം ഇത് സെറ്റ് ആവാണ്ടിരുന്നത്. എന്നിട്ട് 3 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ പതുക്കെ പാലിനെ ചൂടാക്കിയിട്ട് ഇത്തവണ ഞാൻ സ്കയർ മേടിച്ചില്ല, വീണ്ടും ഗ്രീക്ക് യോഗട്ട് മേടിച്ച് പൈസ മുടക്കിയിട്ടുണ്ട്. എനിക്ക് കുറെ ഹോപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ചട്ടിയിലേക്ക് ആക്കിയില്ല, ആ പാത്രം അവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു മൈക്രോ ഫൈബർ ടോവലില്ലേ അതിനിങ്ങനെ റാപ്പ് ചെയ്തു. കാരണം തണുത്ത കാലാവസ്ഥയില്ല, അപ്പോൾ ഈ പാത്രം തണുത്ത് പോകണ്ടെന്ന് വിചാരിച്ചു. 12 മണിക്കൂർ ഞാൻ ഇതിനെ അവിടെ തന്നെ വച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും കുറെ പോസിറ്റീവ് എഫർമേഷൻ ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ട്രസ്റ്റ് ഇഷ്യൂസ് കാരണം എനിക്ക് കണ്ടിട്ട് വിശ്വസിക്കാനേ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ വിശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ഒന്ന് പാത്രത്തിനെ കമഴ്ത്തി നോക്കിയാൽ യെസ് ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഐ വാസ് സോ ഹാപ്പി ആൻഡ് ദിസ് ഈസ് മൈ ഹാപ്പി ഡേ. ആൻഡ് ഫൈനലി ആ നിമിഷം വന്നു. ഞാൻ ഇനി യോഗർട്ട് സ്ട്രെയിനർ യൂസ് ചെയ്യും. അപ്പോൾ ദേ നല്ല കട്ട ഫിഗറിലായിട്ട് നമ്മുടെ യോഗർട്ട് ഇവിടെ ഇരിക്കണത്. ഫുൾ എനിക്ക് പറ്റണ അത്ര ഞാൻ കുത്തി നിറച്ചതിന് ശേഷം ഇതിനെ അടച്ചു. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. ഞാൻ 2 to 3 hours വരെയാണ് ആ ഒരു വേ വാട്ടർ സെപ്പറേറ്റ് ആവാനായിട്ട് അതിലേക്ക് വച്ചിരുന്നത്. ആൻഡ് ഗസ് വാട്ട്, ഇവിടെ വേ വാട്ടർ കണ്ട അത്യാവശ്യം സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി, അത്യാവശ്യം തിക്ക് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ 1-2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ഓവർനൈറ്റ് തന്നെ സ്ട്രെയിനറിൽ ഇങ്ങനെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അതിനേക്കാട്ടും നല്ല കട്ടയായിട്ടുള്ള ആൻഡ് ഇൻഫാക്ട് ആ ഒരു സ്ട്രെയിനറിൻ്റെ തന്നെ ഷേപ്പ് എടുത്തു ഗൈസ്. ആൻഡ് ഹിയർ ഈസ് അവർ ഹൈ പ്രോട്ടീൻ ഹോം മെയ്ഡ് യോഗർട്ട്. ബാക്കി വന്ന വേ വാട്ടറില്ലേ കുക്കിംഗ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ വെള്ളം ആവശ്യം വരും അവിടെയൊക്കെ ഞാൻ ഇതിനെ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഒരു സ്പൂൺ ഇതുപോലെ ബാക്കി വെക്കി വിട്ടാൽ പുതിയതായിട്ടുള്ള യോഗർട്ടിന്റെ ബാച്ചസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാൻ.